കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീട്ടിലെ സഭയായി കൂടിവരുവാൻ 2025 ഡിസംബർ മാസം 14-ാം തീയതി കർത്താവും ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരുന്നു. മരണത്തിൻ്റെ അവസ്ഥകൾ, രോഗദുഃഖങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, പോരുകൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ദുഷ്ടനായ സാത്താൻ്റെ തന്ത്രങ്ങൾ ഒക്കെയും കടന്നു വന്ന സ്ഥാനത്ത് കൃപയാൽ ഇത്രത്തോളം നിർത്തിയിരിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സകല പുകഴ്ചയും ബഹുമാനവും എല്ലാം അർപ്പിക്കുന്നു. അവൻ എൻ്റെ പ്രാണനെ കണ്ണീരിൽ നിന്നും, എൻ്റെ കാലിൻ്റെ വീഴ്ചയിൽ നിന്നും, എൻ്റെ മരണത്തെ, എൻ്റെ സ്തോത്രം, കണ്ണിനെ കണ്ണീരിൽ നിന്നും, കാലിൻ്റെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് എൻ്റെയും ജീവിതത്തിൽ കർത്താവ് അനർത്ഥമാക്കി തീർത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ദൈവവചന പ്രഘോഷണത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്ന ഒരു 10 മിനിറ്റ് മുഖൂരമായിട്ട് പ്രസംഗിക്കണം. ആനുകാലിക സംഭവങ്ങളെ അതൊരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിൽ അതുള്ളതാണ്. അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് ബൈബിൾ കോളേജിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോഴും അത് ചെയ്യുന്നു. കാരണം ആനുകാലിക സംഭവങ്ങളെ വചനത്തിലൂടെ ഒന്ന് തുറന്നു കാട്ടേണ്ട ആവശ്യമുണ്ട്. അത് നമ്മിൽ പലരും അത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം എന്ന അർത്ഥത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കെണിയിൽ വീണു പോകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എനിക്ക് രാവിലെ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയത്, തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്തുകാർ മത്സരിക്കുന്നു. 2026 പല ഭരണങ്ങളും അവർക്ക് കിട്ടുമത്രേ. സ്തോത്രം. എൻ്റെ ഒരു കൂട്ടുപാസ്റ്ററാണ് എനിക്കത് അയച്ചു തന്നത്. ഞാനത് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. കാരണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും ഇവർ ഈ പറയുന്ന കാര്യം കൂടി ചേർത്ത് വെച്ച് പഠിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി, ഭയന്ന് വിറച്ചുപോയി. കാരണം ആത്മീയ ഗോളം എത്രത്തോളം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. സാധാരണ ഞാൻ പറയാറുള്ള പദം ഇച്ചിരി കട്ടിയാണെങ്കിലും പിന്നെയും പറയുക. പ്രമാണം വാങ്ങാൻ സീനായി പർവ്വതത്തിൽ മോശ പോയപ്പോൾ കുറച്ചു കാലം ലീഡർഷിപ്പ് അഹ്റോന് കിട്ടി. അഹ്റോൻ എന്ത് ചെയ്തു? 3000 എണ്ണത്തിനെ കൊന്നെടുത്തു. ഇന്നത്തെ അഹ്റോൻ ലീഡർഷിപ്പിൽ എത്ര പേര് ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയത്തില്ല. വേദനയോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞ് പരിഹസിക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത്. ദൈവസഭയെ നടത്തുവാൻ ദൈവമാക്കി വെച്ച ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വ നിര നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ദൈവവചനമെന്ന വാളെടുത്ത് തലങ്ങും വിലങ്ങും ദുരുപദേശത്തിനെതിരെ വെട്ടുവാൻ ദൈവമാക്കി വെച്ച് ശുശ്രൂഷകന്മാർ ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ജീർണിച്ച അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നതിൽ വലിയ ദുഃഖമുണ്ട്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, ദൈവമക്കളെ, ദൈവദാസിദാസന്മാരെ, യോഹന്നാൻ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ, ആത്മീയ ശിശുക്കളാണല്ലോ ഇന്ന് കൂടെ കിടക്കുന്നത്. 95% ആത്മീയ ശിശുക്കളാ. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളർന്നു എന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഞാൻ വളരാൻ ആഗ്രഹിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിൽ തെറ്റുകുറ്റങ്ങളുണ്ട്. പല ഭാഷമാരും എന്നെ തിരുത്തുന്നുണ്ട്. എനിക്ക് സന്തോഷം. അപ്പം അവരും അവരെ തന്നെ തിരുത്തിക്കോണം. നമ്മളെ മാത്രം തിരുത്തിയിട്ട് അവർ നേരെ പോകുന്നൊന്നും അവരും ചിന്തിക്കരുത്. എല്ലാം തികഞ്ഞവരാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം പല അബദ്ധങ്ങളും ഒക്കെ പലരും വിളിച്ചു പറയുന്നത് ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു പാസ് പറഞ്ഞു, ആത്മാവേ നിന്നെ ആരാധിക്കുന്നു. ആത്മാവിനെ ആരാധിക്കാൻ പുസ്തകത്തിൽ പ്രമാണമില്ല. പിതാവാം ദൈവത്തെ ആരാധിക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അത് വേണമെങ്കിൽ ഷോർട്ടായിട്ട് എടുത്ത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ 4 സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കിടന്ന് വല്ലതൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് അതിന് ചില ന്യായീകരണങ്ങളും പറയും. ഒരു ന്യായീകരണവും പറയാൻ നമുക്ക് പറ്റില്ല. വചനത്തെ വചനം കൊണ്ടാണ് പഠിക്കേണ്ടത്, നമ്മുടെ അഭിപ്രായങ്ങൾ കൊണ്ടല്ല. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം
4-ാം അധ്യായത്തിൽ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എല്ലാം വിടുക. ശമരിയക്കാരുമായിട്ടുള്ള സ്ത്രീയുടെ സംഭാഷണത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു ഭാഗം അതിൻ്റെ 23-24. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഗോഡ് ഈസ് സ്പിരിറ്റ്. ഇവിടെ പിതാവിനെ ആരാധിക്കാനാണ് ദൈവവചനം പറയുന്നത്. ഒരു പാട്ടുണ്ട്, കത്തോലിക്കൻ എഴുതിയ പാട്ടാ. കത്തോലിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന കന്നുകുട്ടികളെന്നാണ്. സത്യവചനത്തെ ഒന്നും അറിഞ്ഞുകൂടാ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് മറിയയിൽ ദൈവത്വം ഇല്ലെന്നും മറിയ ഒരു സാധാരണ സ്ത്രീയാണെന്നും ഇപ്പോഴാണ് അവർക്ക് വെളിവുണ്ടായത്. അപ്പൊ ഇത്രയും നാൾ ജീവിച്ച് മരിച്ചു പോയവരൊക്കെ എന്ത് ചെയ്യും? മറിയ ആരാധിച്ച് മരിച്ചവരല്ലേ. അവരെങ്ങോട്ടാ പോണ്? ഞാനതിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ച ആദിമ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം നമ്മൾ അനുസരിക്കണം. ഏതാണ് ആ ഉപദേശം? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. എവിടെയാണ് അത് കിടക്കുന്നത്? പ്രവൃത്തി പുസ്തകം കഴിഞ്ഞ് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഈ വെളിപ്പാട് 1, 2, 3 എടുക്കാം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഈ വാക്കിനാൽ ലേഖനത്താൽ 2 തെസ്സലോനിക്കർ 2:15 ആ പ്രമാണം പുതിയ നിയമസഭ വായിച്ച് പഠിച്ച് അത് പഠിപ്പിക്കണം സഭയെ. ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉപദേശമൊന്നും ആകത്തില്ല. സങ്കീർത്തനം പാടി പാട്ടും പാടി പഴയ നിയമത്തിലെ മല്ലനായ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും സഭായോഗമാകത്തില്ല. റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ അത് പഠിച്ചു എന്നാ പൗലൂസ് പറയുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്ന് പഠിപ്പിക്കുന്നില്ല. പാട്ടുപാടി ഉറഞ്ഞു തുള്ളുക പാസ്റ്റർ, അതിനനുസരിച്ച് വിശ്വാസികളും തുള്ളുക. അപകടം മണത്തത് കൊണ്ട് പറയുക, പരിഹസിക്കലല്ല. ഒന്നിയെങ്കിലും ഒന്ന് നേരെ ചൊവ്വയാകി ദൈവരാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങണം. ആ നല്ല ഉദ്ദേശത്തോടെ പറയുക. സ്തോത്രം. അപ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. പിതാവിനെ നമസ്കരിക്കണം. അപ്പോൾ ഞാൻ ഈ ഉദ്ദേശം ഞങ്ങളുടെ ഉപദേഷ്ടാവോട് ചോദിച്ചോ പറഞ്ഞു, യേശുവിനെ നമസ്കരിച്ചതായിട്ട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിതാവിനെയും പുത്രനെയും നമ്മൾ ആരാധിക്കണം. പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ വചനത്തിൽ വ്യവസ്ഥയില്ല. ആത്മാവിൽ ആരാധിക്കാൻ പറയുന്നുണ്ട്, അല്ല ആത്മാവിനെ ആരാധിക്കാനായിട്ട് വ്യവസ്ഥയില്ല. പിന്നെ പലരുമൊക്കെ മുടന്തൻ ന്യായങ്ങളൊക്കെ പറയും. എനിക്ക് അവരോട് തർക്കിക്കാനും വാദിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ വചനത്തിൽ തർക്കിക്കുന്ന ആളല്ല. സത്യം പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്കതിന് നേരമില്ല. എനിക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ളൊരു ഷോർട്ട് പീരീഡ്. ഇപ്പോൾ തന്നെ ഏകദേശം 1957 നവംബർ 12 എൻ്റെ ജനനം എന്നുള്ള ഓർമ്മ. ഇന്നേക്ക് ഒരു 10-68 വയസ്സായി. തർക്കിക്കാനും വാദിക്കാനും ഒക്കെ ഉള്ള സമയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു തർക്കവും വാദവും ഇല്ല. ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തവരുമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ല. ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു വഴക്കിനും ഒരു പണക്കത്തിനും ഞാൻ പോകാറില്ല. ഞാൻ പോകുന്നില്ല. എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിവുണ്ടെങ്കിൽ എന്നെ തിരുത്തിയേക്കണം. മനുഷ്യനല്ലേ, ബലഹീനത വരാത്ത ഒരു ഭക്തനും ലോകത്തില്ല. യാക്കോബ് പറയും, നാം പലതിലും തെറ്റിപ്പോകുന്നു. എൻ്റെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളെ തിരുത്തിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനും അത് തിരുത്താൻ സന്നദ്ധനാണ്. ഒരിക്കലും ഞാനത് തിരുത്തത്തില്ലെന്ന് പറയത്തില്ല. ദൈവവചനത്തിലൂടെ എന്നെ തിരുത്തുമ്പോൾ എനിക്കവരോട് സന്തോഷമാണ്, എനിക്കവരോട് സ്നേഹമാണ്. കാരണം ഞാൻ മനുഷ്യനാണ്, തെറ്റിപ്പോകും. പത്രോസ് കൂടെ നടന്ന് അപ്പം തിന്ന് വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടവനാ. ഒരു ദുർബല നിമിഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് പ്രസ്താവിച്ചപ്പോൾ നിനക്കത് സംഭവിക്കരുത്. റവറൻഡ് പത്രോസെ, ഡോക്ടർ പത്രോസ് എന്നൊന്നും പറഞ്ഞില്ല, പോപ്പ് പിശാച് എന്ന് പറഞ്ഞു കർത്താവ്. മനസ്സിലായല്ലോ സംഭവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാര്യകാരണ സഹിതമാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, യേശു ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു, ആത്മാവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് കത്തോലിക്കൻ പാട്ടെഴുതി വെച്ചത് പെന്തക്കോസ്തർ പാടി ഉറഞ്ഞു തുള്ളുക. ഇന്നും കൊണ്ട് നിർത്തണം. അത് കർത്താവ് പഠിപ്പിച്ചത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആ വാക്യത്തിൻ്റെ ഘടന ഒന്ന് പഠിച്ചേ. യോഹന്നാൻ 4:23-24 സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. ഈ ആത്മാവിലും സത്യത്തിലുള്ള നമസ്കരണം വന്നത് ശരിക്കും പറഞ്ഞാൽ
മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെയാണ്. അതുവരെയും വന്നില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ തിരുവചന സത്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. പിതാവിനെ ആരാധിക്കാനാണ് പ്രമാണം. പിതാവ് പറഞ്ഞു ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു. അപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ഓക്കെ. അല്ലാതെ ആത്മാവിൽ ആരാധിക്കണം. റോമർ 1:10 ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവിനെ പൗലോസ് പ്രാപിച്ചിട്ട് ആ ദൈവത്തിൻ്റെ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രസംഗിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെയാ ദൈവത്തിൽ കാണുന്നത്. അല്ലാതെ ആത്മാവിനെ ആരാധിക്കാനായിട്ട് വചനത്തിൽ വ്യവസ്ഥയില്ല. പിതാവേ സ്തോത്രം, പുത്രനായ യേശുക്രിസ്തുവേ സ്തോത്രം, പരിശുദ്ധാത്മാവായ യേശുക്രിസ്തുവേ ദൈവമേ സ്തോത്രം എന്ന് പറയുന്നത് തെറ്റാണെന്ന് വചനത്തിലൂടെ ഞാൻ പറയുക. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. സ്തോത്രം. എനിക്ക് അവരുടെ വഴക്കും പ്രയാസങ്ങളും പിണക്കങ്ങളൊന്നുമില്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. അപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലായിക്കോണം. കർത്താവ് എന്താ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിനും തിരഞ്ഞെടുത്തു. അതല്ലേ വചനം? നമ്മളെ തിരഞ്ഞെടുത്ത് ലോകക്കാരെ പോലെ ജീവിക്കാനല്ല. എന്താ ഇത് മനസ്സിലാക്കാത്ത? യോഹന്നാന്റെ ലേഖനത്തിൽ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവിൽ ശ്രമിക്കുക. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ആര്? തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ നിൽക്കുന്ന പെന്തക്കോസുകാർ, TPM-കാരാണെങ്കിലും IPC-കാരാണെങ്കിലും ഏത് കാരാണെങ്കിലും കാരമില്ലാത്ത ഉപ്പായി തീർന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവർ ലൗകികമായത് സംസാരിക്കുന്നു. അവർ ലോകക്കാരാണ്. നമ്മൾ ലോകക്കാരല്ല. ലോകത്തിൽ നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മൾ വീണ്ടെടുത്തു, നമ്മൾ ദത്തെടുത്തു, നമ്മൾ വിലയ്ക്ക് വാങ്ങി. ഒരു യജമാനൻ ഒരു അടിമയെ വാങ്ങുമ്പോൾ ആ അടിമ എന്താ ചെയ്യേണ്ടത്? ആ വാങ്ങിയ യജമാനന്റെ ഇഷ്ടമാ ചെയ്യേണ്ടത്. തന്നിഷ്ടം ചെയ്യാനുള്ളതല്ല. തന്നിഷ്ടം ചെയ്താൽ അടി കിട്ടും. പലരെയും ദൈവം അടിച്ചിട്ട് ലോകത്തു നിന്ന് അവർ മാറ്റപ്പെട്ടു. നല്ല തുടക്കം വെച്ച അനേക ശുശ്രൂഷകന്മാർ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നല്ല തീപ്പൊരി പ്രസംഗം നടത്തിയ ശുശ്രൂഷകന്മാര് അവസാനം ലോകത്തിലേക്ക് പോയി. ദൈവനാമത്തിന് അപമാനവും ലജ്ജയും വരുത്തി വെച്ചപ്പോൾ ദൈവം അടിച്ചു. അടിയോടുകൂടി ലോകത്ത് പോയവര് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. അതുകൊണ്ട് ദൈവവചനം എടുത്ത് പ്രസംഗിക്കുന്നവരെ വസ്തുനിഷ്ഠമായി വിശ്വാസികളെ ദൈവവചനം പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. അവർ നശിച്ച് നരകാഗ്നിയിലേക്ക് പോകും. മനസ്സിലായോ? ലോട്ടറി കച്ചവടം നടത്തുകയും കല്യാണ ബ്രോക്കറായിട്ടും വസ്തു കച്ചവടം നടത്തുകയും ചെയ്യുന്ന പാസ്റ്റർമാരെ, വിശ്വാസികളെ എനിക്കറിയാം. അവരെ ഞാൻ ഖണ്ഡനം ചെയ്ത് ദൂരെ കളയില്ല. അവരെല്ലാം പഴയ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. മുമ്പ് ഒരു കച്ചവടം നടത്തിക്കൊണ്ട് ആ കച്ചവടം ചെയ്തോ. നിങ്ങൾ എന്തിനാ ദൈവസഭയിൽ വന്ന് അല്ലെങ്കിൽ ദൈവമക്കളാണെന്നും പറഞ്ഞ് ഈ വൃത്തികെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? ദൈവനാമത്തിന് അപമാനമാണ്, ദൈവസഭയ്ക്ക് അപമാനമാണ്. അങ്ങനെയുള്ളവർ പ്ലീസ് നിങ്ങൾ ആ പഴയ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. വേദനയോടെ ഞാൻ പറയും. ഹല്ലേലൂയ. സ്തോത്രം. 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ട് അതിൻ്റെ 10,000 രൂപ പാസ്റ്റർ കൊണ്ടു കൊടുത്തപ്പോൾ സഭായോഗത്തിൽ ആ പാസ്റ്റർ പുള്ളിയെ ശ്ലാഘിച്ച് പ്രസംഗിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? മറ്റുള്ളവരും പോയി ലോട്ടറി എടുത്ത് അടിച്ചിട്ട് ആ ദശാംശം കൊടുത്ത് പാസ്റ്ററിന് കൊടുക്കാനായിട്ടുള്ള പാസ്റ്ററിന്റെ ദ്രവ്യാഗ്രഹത്തിന്റെ വാക്കുകളല്ലേ അവിടെ വെളിപ്പെടുന്നത്? ഇതൊരു ദൈവദാസന് യോഗ്യമാണോ? ഒരിക്കലുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ,
നമ്മെ ദൈവം ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് ലോകക്കാരായി ജീവിക്കാനല്ല, ആത്മീകരായി ജീവിക്കാനാ. ഞാനത് പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. എന്തുകൊണ്ടാണ് ഈ ലോകത്തിനോട് അൻപരാകരുത് ലോകരായെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ ലോകം ഇന്ന് സാത്താൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാ. ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കാൻ ഓരോ ഭരണത്തലവന്മാരുണ്ട്, ഓക്കെ. എന്നാൽ ഇന്നർ ഭരണം നടത്തുന്ന സാത്താനാ. ഈ സാത്താൻ്റെ ഭരണത്തെ തുടച്ചു മാറ്റി ദൈവം 1000 ആണ്ട് വാഴ്ച കർത്താവ് നമുക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം 7 വർഷം സ്വർഗത്തിൽ ജീവിക്കുക, അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരികയും ആ 7 വർഷം ഇവിടെ മഹോദരകാലം നടക്കുകയും കൈവിടപ്പെട്ടു പോയ ബന്ധക്കോസുകാരും പാസ്റ്റർമാരും യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്നൊരു കാലം ഇവിടെ വരാൻ പോവുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ഇതിൽ പങ്കില്ല. നമ്മൾ കർത്താവിൻ്റെ ഒരു പൊക്കോണം. അത് കഴിഞ്ഞ് 7 വർഷം 1000 ആണ്ട് 7 വർഷം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ ഈ ഭൂമിയിൽ കർത്താവ് വരും. സ്തോത്രം. നല്ല വിശുദ്ധ ജനത്തെയും കൊണ്ട് വരും. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനോട് വാഴേണ്ടവരാണ്. ഞാനത് നോക്കിയിരിക്കുക. എനിക്ക് രൂപാന്തര ശരീരം കിട്ടണം, എനിക്ക് 1000 ആണ്ട് വാഴ്ച കിട്ടണം, എനിക്ക് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാസം കിട്ടണം. ഞാൻ അതിനു വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. ഞാൻ മോദി ഭരിക്കുകയോ ട്രംപ് ഭരിക്കുകയോ ആരെങ്കിലും ഭരിക്കട്ടെ, അത് വിഷയമല്ല. നമുക്കതൊരു വിഷയമല്ല. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചോട്ടെ, ഗുണം പിടിക്കാത്ത പെന്തക്കോസുകാർ മോദി വരാതിരിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ജഡീകന്മാരുണ്ട് പെന്തക്കോസ് ലോകത്തിൽ. അവർക്ക് എന്തോ പറ്റി? ഞങ്ങളൊന്നും ഇത്ര ശൈശവാവസ്ഥയിലുള്ള ആൾക്കാരല്ല, വലിയ പണ്ഡിതന്മാരും അല്ല. പക്ഷെ ഒരല്പ വചനം, ഒരു ശകല വചനം പഠിച്ചതുകൊണ്ട് ആ പരിജ്ഞാനത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. സ്തോത്രം. അതിനെയും തകർത്ത് കളയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് നടക്കില്ല. കാരണം വചനത്തിൻ്റെ വ്യവസ്ഥ ഒരല്പം മനസ്സിലാക്കിയെങ്കിൽ ആ വചന വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാക്കുക ദൈവം സഹോദരങ്ങളെ. ഹല്ലേലൂയ. ആദാമും ഹവ്വയും കൂടി എന്തോ പറ്റി? ഈ ലോകത്തെ മുഴുവൻ പിശാചിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞെന്താ? നീ വീണ് നമസ്കരിച്ച അതൊക്കെ നിനക്ക് തരാം. നിന്റെ സൃഷ്ടിയായ ആദാമും ഹവ്വയും, അത് വചനത്തിലില്ല, ഞാനങ്ങ് പറയുക, എന്നെ ഏൽപ്പിച്ച് തന്നിരിക്കുക, അവരെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു, അത് വേണമെങ്കിൽ നിനക്ക് തരാം. ആരോടാ പറയുന്നത്? ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാം കർത്താവിനോടാ പറയുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വചനം പറയുന്നു യോഹന്നാന്റെ സുവിശേഷം. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ശ്രദ്ധിച്ചോണം. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു പൂർണ്ണ ദൈവമാണ്, അപ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്തുകൊണ്ട്? ഗുണം പിടിക്കാത്ത എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി അവൻ മനുഷ്യനായിട്ട് വന്ന് രക്തം തന്ന് നമ്മൾ വീണ്ടെടുത്തതാണ്. അത് മനസ്സിലാക്കണം. വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങളിൽ ദൈവമക്കൾ എന്ന് പറയുന്നവർ കൈയിടുമ്പോൾ ചിന്തിച്ചോണം, സാത്താന്റെ ചാപ്പാടാണ് നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സാത്താന്റെ പിടിയിലായി. നിങ്ങൾ മാനസാന്തരപ്പെടാതെ നിങ്ങൾക്ക് ദൈവരാജ്യമില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ അൻപരാകരുത്. ലോകത്തിൻ്റെ യാതൊന്നിലും നമ്മൾ ടച്ച് ചെയ്യരുത്. അപ്പം തന്നെ നമ്മൾ ലോകത്താണ് ജീവിക്കുന്നത്. യാതൊരു പാപത്തിൻ്റെയും അനീതിയുടെയും അശുദ്ധിയുടെയും കറകൾ നമ്മുടെ കയ്യിൽ പെടരുത്. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണണം കർത്താവിൻ്റെ വരവിൽ. ലോകത്തിൻ്റെ പറ്റുമാനങ്ങൾ, ലോകത്തിൻ്റെ അശുദ്ധികൾ, ദൈവം നിനക്ക് തന്ന രക്ഷാവസ്ത്രം നീതിയിൽ വസ്ത്രത്തിൽ പെട്ടാൽ അത് കറവറളും. ആ കറവരണ്ടാൽ നിനക്ക് പിന്നെ നിത്യതയില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത് ആത്മീയ കുരുടൻ, ആത്മീയ നഗ്നൻ, ആത്മീയ ദരിദ്രൻ. കുരുടന്മാരെ വഴികാട്ടുകയാണ്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ മത്സരിക്കുന്നു? കുരുടന്മാരെ വഴികാട്ടിക്കൊണ്ടിരിക്കുന്നു. എടുത്തു വായിച്ചു പഠിച്ചോയോ? മത്തായിയുടെ സുവിശേഷം 23. മോശയുടെ പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുക ശാസ്ത്രിമാരും പരീശന്മാരും. കർത്താവ് അവരെ വിളിച്ചത് സഹോദരന്മാരെ എന്നല്ല, കള്ളപ്രവാചകന്മാരെ അല്ല. സ്തോത്രം. കർത്താവ് വിളിച്ചത് എങ്ങനെയാണ് വിളിച്ചവരെ? സ്തോത്രം. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കർത്താവിൻ്റെ ഭാഷ വചനത്തിലൂടെ അങ്ങ് വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം എല്ലാവരും എടുത്താൽ 23-ാം അധ്യായം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലായിരിക്കുന്നത്. അവർ നിങ്ങൾ പറയുന്നതൊക്കെയും പ്രമാണിച്ചിരിക്കും. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. അവർ പറയുന്നതല്ല അത് ചെയ്യുന്നില്ലല്ലോ. ഈ ശാസ്ത്രിമാരും പരീശന്മാരെയും കർത്താവ് വിളിച്ചത് എങ്ങനെയാണ്?
കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമാരും. ഓ ഹിപ്പോക്രൈറ്റ്സ്! പക്ഷെ അവർ മോചന പ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പറയുന്നത് കേട്ടുകൊള്ളുക, പ്രവൃത്തി ചെയ്യരുത്. ഇവിടെ ഇപ്പൊ പറയുന്നതും പ്രവൃത്തിയും രണ്ടും തലതിരിഞ്ഞു പോയി. കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളൊന്നും പറയാൻ ഇവിടെ സമയമില്ല. ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ടും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു. ശിഷ്യന്മാരത് ചെയ്തു. ഇന്നത്തെ ശിഷ്യന്മാർ മോചന പ്രമാണവും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, ഈ ഇലക്ഷൻ കാര്യങ്ങൾ അതും ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം എവിടെ നിൽക്കുന്നു? പ്രമാണം വാങ്ങാൻ പോയ ദൈവപുരുഷന്റെ സ്ഥാനത്ത് അഹരോൻ നിൽക്കുന്ന അഹരോന്റെ സ്ഥാനത്ത് നിൽക്കുക. അഹരോൻ 3000 എണ്ണത്തെ കൊല്ലാനായിട്ട് തൻ്റെ ശുശ്രൂഷകൾ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് ഈ ശുദ്ധമായ ദൈവവചനം, നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കാത്തതുകൊണ്ട് ആത്മീകമായി ജനം ചത്തുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ശരിയായ പഥ്യവചനം, ശരിയായ ദൈവവചനത്തിന്റെ വെളിപ്പാട് ജനത്തിന് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ അവർ ആത്മീകമായി മരിച്ചു 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 പോയിക്കൊണ്ടിരിക്കും. കർത്താവ് എന്നത് മരിക്കാനല്ല, മരിച്ചവരെ ജീവിപ്പിക്കാനാ. സ്വത്രം സ്വത്രം. പത്രോസ് മീനിനെ പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? മീൻ പിടിച്ച് കൊല്ലുക, ജീവനുള്ള മീനുകളെ കൊന്നുകൊണ്ടിരിക്കുക. എന്നാൽ യേശുക്രിസ്തു അവനെ എന്ത് ചെയ്തു? ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കി ചത്ത് കിടക്കുന്നവരെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ് കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് പാസ്റ്റർമാരെ, ജനത്തെ നിങ്ങൾ കൊലവിളി നടത്തരുത്. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ജീവനുണ്ടാകാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത്. നിർമ്മലമായ സുവിശേഷം പ്രസംഗിച്ച് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് അവരെ നടത്തി, രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാടിലേക്ക് നടത്തിയിട്ട് സമൃദ്ധിയായ ജീവൻ ലഭിക്കുവാൻ ഈ ക്രിസ്തുവിന്റെ പ്രമാണം പ്രസംഗിച്ച് അവരെ സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തണം. അങ്ങനെ അവർ നിത്യതയിലേക്ക് പോകാനിടയായിത്തീരണം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ. ഞാൻ സമയം മുഖോരം ഒത്തിരി എടുത്തുപോയി. ഞാൻ അതിൽ നിന്ന് വചനത്തിലേക്ക് വരട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ ചിന്താവിഷയം, പഠന വിഷയം ഫിലിപ്പിയാലേഖനമാണ്. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഇത്രയും ശുശ്രൂഷകൾ എവിടെയാ ഉള്ളത്? ക്രിസ്തുവിന്റെ പ്രബോധനത്തിലാണ് ഉള്ളത്. മോചന പ്രമാണത്തിൽ ഇല്ലെന്നിതൊന്നും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. 109-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസത്തിന് വകയില്ല. സഹോദരൻ ചത്തുപോകട്ടെ എന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. സഹോദരൻ മുടിഞ്ഞു പോകട്ടെ എന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആത്മാവിൽ ഹേമമുള്ളപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അങ്ങ് പ്രസംഗിക്കും. എനിക്ക് പ്രസംഗിക്കുന്നതിന് എന്താ കുഴപ്പം? ദൈവവചനം പ്രസംഗിക്കാൻ ആരുടെയും ശുപാർശയൊന്നും വേണ്ട, ആരുടെയും സപ്പോർട്ടും വേണ്ട. ഞാൻ നമ്മുടെ ഒരു സംഘടനയുടെ ആളല്ല, കർത്താവിൻ്റെ ആളാ. സങ്കീർത്തനം 109, എൻ്റെ സ്നേഹത്തിന് പകരം ഞാൻ അവരെ വൈര്യം കാണിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു. ദാവീദിനോട് ആരോ വൈര്യം കാണിച്ചെന്ന്, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മ, സ്നേഹത്തിന് പകരം പകരവും ദോഷവും അവൻ എന്നോട് കാണിച്ചിരിക്കുന്നു. ദാവീദിനോട് ആരോ കാണിച്ചെന്ന്. അതുകൊണ്ട് നീ അവരുടെ മേലൊരു ദുഷ്ടനെ നിയമിക്കണം. കൊണ്ടോ പോകുന്ന പോക്ക്, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ പോകുന്ന കണ്ടോ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. നീ അവനെ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ. അവരെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തന് ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയും ആയി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും പിടിച്ചു കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ. എങ്ങനെയുണ്ട്? ഇനി ഞാൻ മത്തായി വായിക്കാം. മത്തായി 5:1 വായിക്കാം. ഇടയ്ക്കൊരു പാസ്റ്റർ പ്രസംഗിച്ചു, മത്തായി 5, 6, 7 സഭയെ പഠിപ്പിക്കാത്ത പാസ്റ്റർമാരെ കണക്കിന് ശാസിച്ചുകൊണ്ട് പുള്ളി പ്രസംഗിച്ചു. ഞാൻ അങ്ങ് സന്തോഷിച്ചു. പുള്ളി പറയാ, കുറഞ്ഞ പക്ഷം മത്തായി 5, 6, 7 സഭയെ വായിച്ച് പഠിപ്പിക്കാൻ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. കൊല ചെയ്തിരുന്ന ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർണ്ണമായിട്ട് അല്ല ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവരില്ല ന്യായവിധിക്ക് യോഗ്യനാകും.
സഹോദരൻ നിസ്സാരെന്ന് പറഞ്ഞാലോ ന്യായസഭ നമ്മുടെ നിൽക്കേണ്ടി വരും. മൂഢാന്ന് പറഞ്ഞാലോ അഗ്നിതരത്തിന് യോഗ്യനാകും. ഞാനോ നിങ്ങളോട് പറയുന്നു. ഇതെന്താ ശ്രദ്ധിക്കാത്ത? ഹല്ലേലൂയ, 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 സ്തോത്രം. അടുത്ത, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിൽ ആഗോള വ്യാപകമായ, അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ, പേപ്പർ മാറുന്ന പോലെ ഭാര്യമാരെ മാറുന്ന അവരുടെ ആ ട്രഡീഷൻ ഒപ്പിയെടുത്തിരിക്കുന്ന പെന്തക്കോസ്ത് സമൂഹമല്ലേ അത്? എനിക്ക് എത്ര പേരെ അറിയാം. കേരളക്കരയിലും കേരളത്തിലെ ചില പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ സ്വന്തം ഭാര്യമാര് ജീവിച്ചിരിക്കെ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഒരു സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ സഹോദരി പറഞ്ഞാൽ സത്യമാണ് പറയുന്നതെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇതുണ്ടോ? മദ്യപിക്കുന്നവരുണ്ടോ? മോഷണം നടത്തുന്നവരുണ്ടോ? കോഴവാകുന്ന പാസ്റ്റർമാരുണ്ടോ? കൺവെൻഷൻ നടത്തിയിട്ട് പന്തലിന് കാശ് കൊടുക്കാതെ അടിപിടി കൂടുന്നവരുണ്ടോ? കൺവെൻഷൻ നടത്തി ലാഭം കൊയ്യുന്ന നേതൃത്വ നിരകളുണ്ടോ? ഉണ്ട്, ഉണ്ട്. സത്യം, സത്യം. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചൊരു ഇത് കേട്ടു. എനിക്ക് പറയാൻ സമയമില്ല. പന്തൽ കാശിലിട്ട് 3 ലക്ഷം രൂപ ഒരുത്തനെ പറ്റിച്ചെന്ന്. ആരാ? ഭക്തൻ. കൗൺസിൽ മെമ്പേഴ്സ്, സഭയുടെ നേതൃത്വ നിരയിലിരിക്കുന്ന അഹരോന്റെ സഹോദരന്മാര്. അല്ല എന്താ പറയാനാ? അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ശരി. ഞാനോ നിങ്ങളോട് പറഞ്ഞു, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവ് നിവർത്തിക്കണമെന്ന് ഒരുപാട് അള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. ദുഷ്ടനോട് എതിർക്കരുത്. എൻ്റെ വലത്ത് കേട്ടത്ത് അടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ ഭയക്കുകയെന്നും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. ദാവീദ് പ്രാർത്ഥിച്ച 109 സങ്കീർത്തനത്തിലെ ഞാൻ വായിച്ച പ്രാർത്ഥന കർത്താവിടെ തിരുത്തുകയാണെന്ന് പെന്തക്കോസ്തുകാരെ ഇനിയെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്ക്? ന്യായപ്രമാണത്തിലെ പ്രസംഗം എടുത്ത് പ്രസംഗിച്ച് ജനത്തെ ശാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്നവരെ, നിങ്ങൾ മത്തായി 5:1 വായിച്ച് പഠിക്കേ. കർത്താവ് പ്രമാണം തിരുത്തുകയാണ്. ന്യായപ്രമാണത്തിന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോയില്ലെന്ന് പറഞ്ഞത് അത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്കാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അടുത്ത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, വാക്യം വരെ ഉണ്ട്. അവരത് പ്രമാണിച്ചോളൂ. പിയായിനെ ആരാധിച്ചുകൊണ്ട് കിടന്ന ഞാനും നീയും ജെന്റിലൈസ് ജാതികളായ നമുക്ക് എന്ത് ന്യായപ്രമാണം ഉള്ളത്? ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാ. റോമർ 3:19, റോമർ 6:6 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവരാ. ഇവിടെ നമുക്ക് ന്യായപ്രമാണം ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ഉണ്ട്. ഗലാത്യർ 6:2 വാക്യം വായിക്കുമ്പോൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിന്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിക്കൊത്ത ഉപദേശം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, രാജിക ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. അത് യാക്കോബിന്റെ ലേഖനത്തിലാണ്. ക്രിസ്തുവിന്റെ ഉപദേശം യോഹന്നാന്റെ ലേഖനത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിക്കൊത്ത ഉപദേശം 1 തീമോഥെയോസ് 6:3, 6:3. അപ്പൊ നമുക്ക് പ്രമാണമുണ്ട്. അത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്, ക്രിസ്തുവിന്റെ പ്രമാണമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഹിപ്പോക്രൈറ്റ്സ് ആയ കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് ദൈവമില്ല. ഞാനാ പറയുന്നത്, അല്ല. യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാന്റെ 2 ലേഖനം 9 വാക്യം. അങ്ങനെയുള്ളവരായിട്ട് വീട്ടിൽ കയറ്റെന്നാ പറഞ്ഞേക്കണേ. 1 ഊതുമ്പോൾ 4 കരണം മറിയുന്നവന് ഏത് ക്രിസ്തുവിന്റെ ഉപദേശമുള്ളത്? 1 ഊതുമ്പോൾ 4 കരണം മറിയുക, പിന്നെ അവിടെ കിടന്ന് പുഴുപടയ്ക്കുന്ന പോലെ പടയ്ക്കുക, എന്നിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അവൻ ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദിപ്പിക്കുക. എന്ത് ക്രിസ്തുവിന്റെ ഉപദേശം? ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ഞാൻ ഫിലിപ്പിയിലേഖനം 2:1 വരിക. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക.
പൗലോസിന് സന്തോഷമില്ല. കാരണം എന്താ? ഫിലിപ്പിലെ വിശ്വാസികൾ 4 തട്ടിക്കിടക്കുക. കൊരിന്ത്യയിലെ വിശ്വാസികൾ എങ്ങനെ കിടന്ന്? പൗലോസിന്റെ പക്ഷം കേഫല്ല, അപ്പല്ലോസിന്റെ പക്ഷം കേഫാടെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, അവർ 4 തട്ടിൽ കിടന്ന 4 പാർട്ടി. BJP, LDF, UDF, 2020, 4 പാർട്ടി. പൗലോസ് അവരെ തച്ചുടച്ചു. എന്തുകൊണ്ട്? ഉപദേശം കൊണ്ട്. എനിക്കവിടെ വിചിത്രമായി പഠിക്കാൻ കഴിഞ്ഞൊരു കാര്യം, സ്തോത്രം സ്തോത്രം